ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡ്രീംസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് വീണ്ടും ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ വലിയൊരു കണ്ടന്റും കാര്യങ്ങളും ഒന്നുമല്ല. നമ്മളുടെ മിഥുവേട്ടന്റെ കല്യാണം കഴിഞ്ഞിരിക്കുകയാണ്. ആ കല്യാണത്തിന്റെ വീഡിയോയുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. താല്പര്യമുള്ളവർ കാണുക, അല്ലാത്തവർ സ്റ്റോപ്പ് ചെയ്ത് പോവുക. പിന്നെ നമ്മൾ ഇൻഫെർട്ടിലിറ്റി വീഡിയോസ്, നിങ്ങൾ ചോദിച്ച കുറെ സംശയങ്ങൾ നമ്മൾ ചെയ്ത വീഡിയോസ് ആണ് ഓൾറെഡി സംശയങ്ങൾ വന്നത് ചെയ്ത വീഡിയോസിൻ്റെതാണ്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് വീണ്ടും ഡൗട്ട് വരുന്ന സ്ഥിതിക്ക് എന്റെ വീഡിയോസിനും അല്ല ഞാൻ പറഞ്ഞല്ലോ എന്തോ തെറ്റുണ്ട്, അതുകൊണ്ടല്ലേ. അപ്പോൾ നമ്മൾ നിങ്ങളുടെ ഡൗട്ട്സ് നോക്കിയിട്ട് വീണ്ടും വീഡിയോസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അടുത്ത തിങ്കൾ മുതൽ അങ്ങനത്തെ വീഡിയോസ് ആയിരിക്കും വരിക. ഇടയ്ക്ക് നമ്മളൊരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫും കുക്കിംഗ് വ്ലോഗലായിട്ട് വരും. അതും കൂടി നിങ്ങൾ സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പോൾ മഴക്കാലമല്ല, എല്ലാവരും സേഫായിട്ട് പറമ്പിലൊക്കെ ഇറങ്ങി, ഞാൻ ഇതിന്റെ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, കുപ്പികളിലും പാത്രങ്ങളിലൊക്കെ വെള്ളം നിറഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒഴിവാക്കുക. ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് എടുക്കുന്നവരാണെങ്കിൽ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. മാക്സിമം ജങ്ക് ഫുഡ്, ഫാസ്റ്റ് ഫുഡ്, സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്നൊക്കെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക, നിർബന്ധമായിട്ടും ഒഴിവാക്കുക. വേറൊരു രക്ഷയില്ല. IVF ചെയ്യുന്നവരെ പ്രത്യേകം ശ്രദ്ധിക്കുക. സോഫ്റ്റ് ഡ്രിങ്ക്സ് മാക്സിമം ഒഴിവാക്കുക. ഓക്കെ, അപ്പൊ നമ്മളുടെ മിഥുവേട്ടന്റെ കല്യാണ ആഘോഷങ്ങളിലേക്ക് പോയാലോ? ഓക്കെ. അപ്പോൾ ഏറെ നാളുകൾക്ക് ശേഷം ഞങ്ങളെ കുടുംബത്തിലുണ്ടായിരുന്ന ഒരു കല്യാണമാട്ടോ. വേറെ നാളെന്ന് പറയുന്നത് എൻ്റെ ചേച്ചിയുടെയും അതേപോലെ തന്നെ വലിയച്ഛൻ്റെ മക്കളുടെയും. അപ്പോൾ അവരുടെയൊക്കെ കല്യാണം കഴിഞ്ഞ് ഏകദേശം 10 വർഷം കഴിഞ്ഞു. അപ്പോൾ അതിന് ശേഷമുള്ള കല്യാണമാണ് ഞങ്ങളുടെ ഏട്ടൻ്റെ മിഥുവേട്ടൻ്റെ. അതുകൊണ്ട് തന്നെ ഒരു അടിച്ചു പൊളിക്കലിന് ഒരു കുറവ് വരുത്തിയിട്ടില്ല. നല്ലതുപോലെ എൻജോയ്മെൻറ്റ് ചെയ്തു. പക്ഷേ ഞാൻ മാത്രമാണ് എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റാതിരുന്നത്. കാരണം ഇപ്പം ഞാൻ ചിരിക്കുന്നില്ലേ, ഇപ്പം ആ സമയത്ത് എനിക്ക് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് മുന്തിരി കല്യാണം കേട്ടോ. അപ്പോൾ മുന്തിരി കല്യാണത്തിൽ ഞങ്ങൾ ഡാൻസും പാട്ടും എന്ന് പറയുന്നത് അടിച്ച് പൊളിച്ചു. അപ്പോൾ ഞാനും ഡാൻസൊക്കെ കളിച്ചായിരുന്നു. ആ ഒരു ഡാൻസ് കളിച്ചപ്പോൾ ഏതോ ഒരു സ്റ്റെപ്പാണ് എന്നെ ചതിച്ചത്. ഇതൊരു സ്റ്റെപ്പ് ഇട്ടപ്പോൾ എൻ്റെ ശരിക്കും പറഞ്ഞാൽ നടുവിളിക്കിപ്പോയി. പിന്നെ എനിക്ക് എഴുന്നേക്കാനോ നടക്കാനോ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഒരുപാട് ആളുകൾ നമ്മുടെ മുന്തിരി കല്യാണത്തിൽ പങ്കെടുത്തിരുന്നു. അങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ തകർത്തങ്ങാടി ഉല്ലസിച്ചു എന്ന് പറയാം. ഇത് ഞങ്ങൾ ഫംഗ്ഷൻ്റെ, അതായത് മുന്തിരി കല്യാണം തുടങ്ങുന്നതിന് മുന്നേ എടുത്ത ഫോട്ടോസാണ് കേട്ടോ. ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തിരുന്നു. പിന്നെ ഇതൊക്കെ ഇവർ ഏട്ടൻ്റെ വീട്ടിൻ്റെ ഏരിയത്തുള്ള ആൾക്കാരാട്ടോ ഇത്. അപ്പോൾ അവിടുത്തെ നെയ്ബേഴ്സൊക്കെയാണ്. അവരൊക്കെ ഫുൾ എനർജിക്ക്, നമ്മളെ ഇത്ര ഒന്നും പ്രതീക്ഷിക്കില്ല, എന്നാലും അവർ എന്താ പറയുക, ഫുൾ അവരുടെ ഡാൻസായിരുന്നു. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു അവരുടെ ഡാൻസൊക്കെ കാണാൻ. പിന്നെ ഒരുപാട് പേര് മുന്തിരി കല്യാണത്തിന് പങ്കെടുത്തിരുന്നു. ഇത്രയും പ്രതീക്ഷിച്ചില്ല, അത്രയും ആൾക്കാർ അവിടെ. എനിക്കൊന്ന് അവിടുത്തെ ഇടവേള ഒരു കല്യാണം ഉണ്ടെങ്കിൽ അത്രയും ആൾക്കാർ, എല്ലാവരും എന്ത് ചെയ്യുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാരവർ. അപ്പം ഒരുപാട് പേരുണ്ടായിരുന്നു. നല്ല എന്താ പറയുക, മുന്തിരി കല്യാണം അടിച്ചു പൊളിച്ചു. പക്ഷെ ഞാൻ ഒഴികെ, അത്രയും അറിയാനുള്ളൂ. പിന്നെ നമ്മുടെ ഇഷാൻകുട്ടൻ്റെ ഡാൻസ് അടിപൊളിയായിരുന്നു. അതേപോലെ തന്നെ ഇഷാൻകുട്ടനേക്കാൾ അടിപൊളി ഡാൻസ് നമ്മുടെ അൻഷുൻ്റെ ആയിരുന്നു. എന്താ വെച്ചാൽ അവൻ്റെ ഓരോ സ്റ്റെപ്പൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. പിറ്റേ ദിവസം അങ്ങനെ പുടവക്ക് പോയി. ഞാനന്ന് ഹോസ്പിറ്റലിൽ പോയി നേരെ എന്താ പറയുക അവിടെ എത്തി, കല്യാണ വീട്ടിലെത്തി നേരെ പുടവക്ക് പോയതാണ്. അന്നേരം കുഴപ്പമൊന്നുമില്ലായിരുന്നു, കാരണം ഇഞ്ചക്ഷനൊക്കെ ചെയ്ത് വന്നതായിരുന്നു. പിന്നെ കുഴപ്പമൊന്നുമില്ല. പിന്നെ രാത്രിയായപ്പോൾ പിന്നെയും വേദന വന്നു. അങ്ങനെ ഒരു സ്ഥലത്ത് ഇരുന്നു ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഏകദേശം ആൾക്കാർ എന്ത് ചെയ്തു, ഏകദേശം എല്ലാവരും, ഞാൻ ഒഴികെ എല്ലാവരും എൻജോയ് ചെയ്തു. ഞാൻ കുറച്ച് ഗാനമേളയൊക്കെ ഞാൻ കണ്ടിരുന്നു. പിന്നെ ഞാൻ അകത്ത് പോയി കിടന്നു. അപ്പോൾ അതുകൊണ്ടാണ് 2-3 വീഡിയോസ് എൻ്റെ വീഡിയോ എടുത്തിരുന്നു. പിന്നെ എനിക്ക് തീരെ വയ്യായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് അവരെ എൻജോയ് ചെയ്ത് ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നാണ്, കാരണം അവരങ്ങനെ തകർത്താടി ശരിക്കും പറഞ്ഞാൽ ഒരു ബോധവും ഇല്ലായിരുന്നു.
അവരെന്താ കളിക്കുന്നത് പോലും അവർക്കൊരു ബോധമില്ലായിരുന്നു. അങ്ങോട്ട് വരുന്ന ആൾക്കാരെല്ലാം പിടിച്ച് നിർത്തിയിട്ട് അവരെ കളിപ്പിക്കുക ഇതായിരുന്നു. കണ്ട എല്ലാവരും തലകുത്തി മറിയാണ് ശരിക്കും പറഞ്ഞാൽ. ഇതൊക്കെ കാണുമ്പോൾ എനിക്കും ഉണ്ടായിരുന്നു കേസ് കളിക്കണം. പക്ഷേ എൻ്റെ വേദന കാരണം എനിക്ക് കളിക്കാൻ പറ്റുന്നില്ല. അവിടെ ഇരുന്ന് ഞാൻ വീഡിയോ എടുക്കുന്നതല്ലാണ്ട് എനിക്ക് കളിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു കേസ്. ആഹാ എന്താ രസം. അശ്വതിച്ചക്ക് തിമിർത്താടുകയാണ്. അങ്ങനെ കല്യാണ ദിവസം വന്നു. അപ്പോൾ ശരിക്കും ഇതൊരു എന്താ പറയുക പഴയ ഡ്രസ്സാണ് കേട്ടോ. പഴയെന്ന് വെച്ചാൽ നല്ല പഴയ ഡ്രസ്സായിരുന്നു. അപ്പം അന്ന് കല്യാണത്തിൻ്റെ അന്ന് സാരിയൊക്കെ ഉടുക്കണം എന്നൊക്കെ വിചാരിച്ചതാണ്. എല്ലാം സെറ്റ് ചെയ്ത് അതിൻ്റെ മാല, കമ്മൽ, വള, അതിന് മേച്ചായിട്ടുള്ള വള എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്നും എനിക്ക് ഉടുക്കാൻ പറ്റിയിട്ടില്ല. എന്നെ ആഗ്രഹിച്ചതൊന്നും നടന്നിട്ടില്ല. എൻജോയ് ചെയ്യണമെന്ന് വെച്ചിട്ടൊന്നും എനിക്ക് പറ്റിയിട്ടില്ല. എനിക്ക് ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു. ഒരുപാട് കാര്യങ്ങളൊക്കെ ഞാൻ പ്ലാൻ ചെയ്തതായിരുന്നു. പക്ഷെ ഒരു കാര്യവും നടന്നിട്ടില്ല. അപ്പം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഏട്ടൻ്റെ കല്യാണത്തിന് സാരി ഉടുക്കണമെന്ന്. അതും പോലും സാധിച്ചിട്ടില്ല. അതേപോലെ തന്നെ ഏട്ടൻ്റെ കല്യാണത്തിന് കൂടാനും പറ്റിയിട്ടില്ല. ഏട്ടൻ നേരിട്ട് കല്യാണം കാണാനും എനിക്ക് പറ്റിയിട്ടില്ല. ഞാൻ ആ സമയം ഏട്ടൻ്റെ വീട്ടിലായിരുന്നു, അതായത് ചെക്കൻ്റെ വീട്ടിലായിരുന്നു. അവിടെ കിടന്നുറങ്ങി. ആ സമയം രാവിലെ മുതൽ എനിക്കൊന്ന് ഒരു ഉച്ച വരെ ഞാൻ അവിടെ കിടന്നുറങ്ങിയില്ല. ഭയങ്കര ക്ഷീണമാണ്. എനിക്കൊന്ന് ഇഞ്ചക്ഷൻ ചെയ്തതിൻ്റെ ആ ഒരു ക്ഷീണമായിരുന്നു. എഴുന്നേൽക്കുമ്പോൾ തല കറങ്ങുന്നത് പോലത്തെ ഒരു ഫീലിങ്സ്. അപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. മര്യാദയ്ക്ക് ഭക്ഷണം പോലും ഞാൻ കഴിച്ചിട്ടില്ല. എന്തോ ഒരു എന്താ പറയുക, എനിക്കത് ഓർക്കുമ്പം തന്നെ എനിക്ക് ശരിക്കും പറയാം കരച്ചിൽ വരിക. അപ്പം എല്ലാവരും പറഞ്ഞു അയ്യോ മാളുവിൻ്റെ അവസ്ഥ നോക്ക്. ശരിക്കും സങ്കടമായിരുന്നു, പറയാനേ കഴിഞ്ഞില്ല. അങ്ങനെ നമ്മുടെ ഏട്ടൻ്റെ കല്യാണം നല്ല രീതിയിൽ കഴിഞ്ഞു. അങ്ങനെ അവർ വീട്ടിലേക്ക് വന്നു. അപ്പോൾ എടുത്ത വീഡിയോ കേട്ടോ ഞാൻ അവിടെ ഇരുന്നു കൊണ്ടാണ് എടുത്തത്. കാരണം നിൽക്കുമ്പോൾ എനിക്ക് തല കറങ്ങുന്നത് പോലെ. അന്നേരം തന്നെ ഞാൻ അവർ വന്നതിന് ശേഷം ഹോസ്പിറ്റലൊക്കെ പോയി അവിടുന്ന് വീണ്ടും ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ എടുത്തു ഗൈസ്. അപ്പോൾ നമ്മുടെ ഏട്ടൻ്റെ കല്യാണം നല്ല രീതിയിൽ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ.